ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമുക്കൊരു ചിക്കൻ്റെ ഇടിയിറച്ചി ഉണ്ടാക്കിയാലോ? നമ്മൾ ബീഫിൻ്റെ ഇടിയിറച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ എന്താ പറയുക, ബീഫ് കഴിക്കാത്തവർ പലരും ഉണ്ട്. ചിക്കൻ്റെ ഇടിയിറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നവർ. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, എന്നാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് മാറ്റങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഇടിയിറച്ചി കൊണ്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം, അതുപോലെ തന്നെ കട്ട്ലേറ്റിന് ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ ചിക്കൻ അടയ്ക്ക് ഉപയോഗിക്കാം, പിന്നെ ചെറിയ സമൂസയൊക്കെ ഉണ്ടാക്കത്തില്ലേ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ, അതിനൊക്കെ ഈ ഒരു മിക്സ് പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 300-350 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാ. അതുപോലെ തന്നെ ഒരു 150 ഗ്രാം ചെറിയുള്ളി ഉണ്ട്, ഒരു 200 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു 4-5 വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, കറിവേപ്പില, എണ്ണ, ഉപ്പ്, ഇതൊക്കെ തന്നെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ ഇല്ലേ, നമ്മൾ ബീഫാണെങ്കിൽ ഇതുപോലെ വേവിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ കറക്ക് ഇറക്കുവേ. പക്ഷേ ഇതങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നുള്ളി പറിച്ചെടുക്കുകയേ ചെയ്യാവുള്ളേ. കാര്യം എന്ന് വെച്ചാൽ ഇത് കറക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒറ്റ കറക്കിന് തന്നെ അത് എന്താ പറയുക, ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് കിള്ളി പറിച്ചങ്ങ് എടുക്കാവേ. നമ്മളൊരു ചീനച്ചട്ടിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ ഉരുളി തന്നെ വേണം, എന്നാലേ അത് ഓട്ടം പിടിച്ച് നല്ലപോലെ വേഗമായി കിട്ടുള്ളേ. ഇപ്പോൾ ഇനിയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇടിയിറച്ചിക്ക് എന്തായാലും കുറച്ച് എണ്ണ വേണം. നമുക്ക് ആദ്യമേ കുറച്ച് ഒഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേജിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ, അതാണ് നല്ലത്. ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് നമ്മൾ ഇതിനു മുമ്പേ ഞാൻ ഇടിയിറച്ചി ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പുതിയ കുറേ സുഹൃത്തുക്കളെ കിട്ടിയിട്ടില്ലേ, അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക കേട്ടോ, ബീഫൊക്കെ കഴിക്കാത്തവർക്ക് വേണ്ടി. വെളുത്തുള്ളി ഒന്ന് ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് ആയി വന്നപ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി. ശരിക്കും പറഞ്ഞാൽ ഇതിന് ചെറിയുള്ളി തന്നെ വേണം, വേറെ ഒന്നും പറ്റൂല കേട്ടോ. സവോളയിൽ ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ ഇത് കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്തു വിടാം. പിന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയും കൊടുത്തു വിടാം. ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ അവിടെ സമൂസ ലീഫും, അല്ലെങ്കിൽ പിന്നെ സമൂസയ്ക്കൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ, മൈദ ഒന്ന് കുഴച്ച് പരത്തിയാൽ പോരാ. അപ്പം എല്ലാത്തിനും പറ്റുന്ന ഒരു മിക്സാണ് ഇത് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ചിക്കനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഉള്ളിക്ക് ആവശ്യമുള്ളത് ഇടാവുള്ളേ. ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവേ, നമ്മൾ ഈ ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇത് കേടാവാതെ ഇരിക്കുമോയെന്ന്. ഈ ചെറിയുള്ളി ഒന്നും നമ്മൾ ഇനി കാണൂല കേട്ടോ. ഇതൊക്കെ നല്ല പോലെ ഡ്രൈ ആയി വരുവേ. അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ചെറിയുള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം കണ്ടോ, ഒന്ന് വാടി വന്നിട്ടുണ്ട്. വാടിയെന്നല്ല, നല്ലപോലെ ആയിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാവേ. പിച്ചി പറിച്ചിങ്ങനെ വെച്ചേക്കുന്ന, അല്ലാതെ മിക്സിയുടെ ജാറിൽ അടിക്കരുത് കേട്ടോ, എല്ലാം കൂടെ ഇതായി പോവും. കാര്യം എന്നാണെന്നറിയാവോ, ഞാൻ പ്രത്യേകം പറയാൻ കാര്യം എന്നാണെന്നറിയോ, ഇതുപോലെ ഇടിയിറച്ചി ബീഫിൻ്റെ ഉണ്ടാക്കിയതുപോലെ 1-2 പേര് ചിക്കൻ അതുപോലെ കറക്കി ഉണ്ടാക്കിയിട്ട് അത് കൊളായിപ്പോയി. അപ്പം ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്, ഇത് പിച്ചി പറിച്ചെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ഇടിയിറച്ചി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡിയാണ്. ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ. ഇത് നിങ്ങൾ എരിവിന് പാകത്തിന് നോക്കിയിട്ട് ചേർത്തോണം. ഇനി നമ്മുടെ ഇടിയിറച്ചിയൊക്കെ നല്ല പോലെ കണ്ടോ, കൈ ഓട്ടം പിടിച്ച കണ്ടോ, നമുക്ക് ഇളക്കുമ്പോൾ അറിയാമല്ലോ, കൈ ഇങ്ങനെ ഓട്ടം പിടിക്കും. ഇനിയിപ്പം നമുക്ക് ഈ ചട്ടിയിലിരുന്ന് ഒരു മൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ പതിയെ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയേ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ, പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തൊക്കെ സാധനം ഇത് വെച്ച് ഉണ്ടാക്കാമെന്ന്. ഇത് ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാനും പൊതി കെട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇതിനകത്ത് വല്ലതും കാണുന്നുണ്ടോ എന്ന് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.